ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല നിയോഗിച്ചത് ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ്. ഈ ലോകത്ത് ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹിനെയാണ്, അവിടുത്തെ പ്രകാശത്തെയാണ്, അവിടുത്തെ പ്രഭയെയാണ്. അതിനുശേഷമാണ് ഇവിടെ മലക്കുകളെയും അതുപോലെ ലൗഹും കലമും അർശുമടക്കമുള്ള അള്ളാഹുവിന്റെ വലിയ വലിയ സൃഷ്ടികളെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ലോകത്ത് തുല്യതയില്ലാത്ത വിധം ആദ്യത്തെ സൃഷ്ടി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യത്തെ പിതാവ് മഹാനായ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാമാണ്. ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. അല്ലാഹു തആല ലോകത്തുള്ള എല്ലാവർക്കും, അത് ജിന്നുകളായാലും മലക്കുകളായാലും മനുഷ്യരായാലും ജീവനുള്ള മറ്റുള്ള വസ്തുക്കളായാലും എല്ലാവർക്കും കാരുണ്യമായി നിയോഗിച്ചത് അസ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും എല്ലാ ആളുകൾക്കും. ആലമീൻ എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി തആല, അല്ലാഹു അല്ലാത്ത ലോകത്ത് ഏതെല്ലാം വസ്തുക്കളുണ്ടോ എല്ലാത്തിനെയും പറ്റി അറബിയിൽ പറയുന്ന വേടാണ് ആലം എന്നത്. ഈ ആലമിന് മുഴുവനും, ലോകത്തിന് മുഴുവനും, അല്ലാഹു അല്ലാത്ത എല്ലാത്തിനും കാരുണ്യമായാണ് അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത്. അതുകൊണ്ടാണ് അവിടുത്തെ ജീവിതത്തിൽ ഇത്രയും 1500 വർഷം കഴിഞ്ഞതിന് ശേഷവും അവിടുത്തെ ജീവിതത്തെ സംബന്ധിച്ച് ചരിത്രം പഠിക്കുന്നവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതല്ലാതെ, അവിടുത്തെ ജീവിതം ഫോളോ ചെയ്യുന്നതല്ലാതെ, അവിടുന്ന് പഠിച്ച പാഠങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുന്നതല്ലാതെ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ തിന്മക്ക് നേതൃത്വം നൽകിയതോ തിന്മ പ്രവർത്തിച്ചതോ അരുതായ്മകൾ ചെയ്തതോ അരുതായ്മകൾക്ക് കൂട്ടുനിന്നതോയായി ചരിത്രത്തിൽ ജനനം മുതൽ വഫാത്ത് വരെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഏത് നൂറ്റാണ്ടിലാ ജനിക്കുന്നത്? ഡാർക്ക് ഏജ് യുഗമെന്ന് ചരിത്രം വിശേഷിപ്പിച്ച കറുത്ത ഇരുണ്ട യുഗത്തിലാണ്. അന്ന് ജാഹിലിയ കാലമാണ്. എല്ലാ തമ്മാടിത്തരങ്ങളും കൂത്താടിയിരുന്നൊരു കാലം. ആ കാലത്ത് ജനിച്ച് 40 വയസ്സ് വരെ, ആ നുബൂവത്തിന്റെ കാലഘട്ടം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു തിന്മക്ക് കൂട്ടുനിൽക്കാതെ, ഒരു പ്രവർത്തനവും തന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ, ഒരു കളവ് പോലും ജീവിതത്തിനിടയിൽ പറയാതെ സംശുദ്ധമായ ജീവിതം നയിച്ചവരായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു